നമസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആറന്മുള കണ്ണാടിയുടെ രൂപകൽപ്പനകളും അതിൻ്റെ നിർമ്മാണ രീതികളും ഒക്കെയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ കണ്ടറിയാനും കേട്ടറിയാനും ചോദിച്ചു മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നമുക്ക് ഇതെന്താ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് ആറന്മുള കണ്ണാടി നിർമ്മാണ രീതികൾ കണ്ടു മനസ്സിലാക്കാം. ആറന്മുളയുടെ മാത്രം ഒരു പൈതൃക സ്വത്താണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇതിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ തൊട്ട് തുടങ്ങിയതാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ മകനായ അങ്ങയുടെ സഹോദരനും കൂടിയാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. അത് വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ. നമ്മുടെ ഒരു പൈതൃകത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു പല ഘട്ടങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? തരാമല്ലോ. നമസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പൗരാണികവും ചരിത്രത്തിൽ ഇടം പിടിച്ചതുമായ ആറന്മുളയുടെ വിശേഷം, ആറന്മുളയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പൈതൃകമാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല കോണിലും നമ്മൾ ആറന്മുള കണ്ണാടിയെപ്പറ്റി പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിൻ്റെ എല്ലാ ഉത്ഭവം ആറന്മുളയാണ്. ഈ ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ ഷോപ്പ് നടത്തുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് നമുക്ക് ആറന്മുള കണ്ണാടിയുടെ വിവിധ രൂപങ്ങൾ, ഇതിൻ്റെ നിർമ്മാണങ്ങൾ, A to Z കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ നമ്മുടെ കയ്യിലേക്ക് മുഖം നോക്കാനെത്തുന്ന ഒരു പ്രോഡക്റ്റായിട്ട് വരുന്നതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് ആറന്മുള കണ്ണാടിയുടെ കാര്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവത്തെ പറ്റിയും നമ്മുടെ ഈ കലയുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ആറന്മുള കണ്ണാടി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുലത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തരാമോ? ഞങ്ങളെ പാരമ്പര്യമായിട്ട് ചെയ്യുന്നൊരു നിർമ്മാണമാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് തൊട്ട് അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട്, അപ്പൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ട് സഹോദരങ്ങൾ, ഞാനും എൻ്റെ സഹോദരനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് ഈ കണ്ണാടി വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കുടുംബമാണ്. ഇതിൻ്റെ നിർമ്മാണമെന്ന് പറയുന്നത്, ഇതിൻ്റെ നിർമ്മാണമെന്ന് പറയുന്നത് ഇതിന് ക്ഷേത്രമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. നമ്മുടെ ക്ഷേത്രപ്പണിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ ശങ്കരൻകോവിലും തമിഴ് വിഭാഗത്തിൽപ്പെട്ട ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പാത്ര നിർമ്മാണത്തിന് രാജാഭരണകാലത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ പണിത് കൂട്ടത്തിൽ ഇങ്ങനെ പണിത് ഇങ്ങോട്ട് പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് രാജാവിനൊരു കിരീടം ഈ ഒരു ലോഹക്കൂട്ടിൽ ഉണ്ടാക്കി കൊടുത്തു. ആ ലോഹക്കൂട്ട് അവർ പോളിഷ് ചെയ്തപ്പോൾ അതിനകത്ത് മുഖം കാണും. അത് അന്ന് പിന്നെ കാലങ്ങൾ അതിനെക്കുറിച്ച് അങ്ങ് നിന്നങ്ങ് പോയി. പിന്നെ ആരുടെ കയ്യിൽ നിന്ന് ആണ് ഈ ആറന്മുള കണ്ണാടി ഉത്ഭവിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ അപ്പൂപ്പൻ ഇത് ആദ്യകാലങ്ങളിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൂപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻ ചെയ്തു. ഇപ്പം ഞങ്ങൾ രണ്ട് സഹോദരനും ഞാനും കൂടെ ഇത് ചെയ്യുന്നു. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ മോൾഡ് ഉണ്ടാക്കുകയാണ്. ഗ്ലാസിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്ന ഇതാണ് ഗ്ലാസിൻ്റെ മോൾഡ്. ഇതാണ് ഗ്ലാസിൻ്റെ മോൾഡ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇത് നമ്മൾ കരുത്താങ്കെട്ടി എന്ന് പറയും. കരുത്താങ്കെട്ടി. ഇത് നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന പീസുകളാണ്. ഇതിനാദ്യം ഉണ്ടാക്കുന്ന മേച്ചിലോടും ചണഞ്ചാക്കും ഈ ആറന്മുള വയലിലെ ചെളി, ഈ മൂന്ന് സാധനം കൂടെ ചേർത്ത് ഇതിനെ പൊടിച്ച് ഇതിനെ അരച്ച് അമ്മിക്കല്ല വെച്ച് അരച്ച് പൊടിച്ച് നമ്മൾ ഇതിനെ ഇതുപോലെ ഒരു ഇതാക്കി നമ്മൾ നിലത്ത് ഇതിനെ പരത്തിയിടും. പരത്തിയിട്ടിട്ട് ഇതിനെ ചൂടാക്കി എടുത്തിട്ടാണ് ഇതിനെ ഒരു സൈഡ്, ഇതിൻ്റെ ഈ പ്രതലം എന്ന് ഈ സൈഡ് രണ്ടും നമ്മൾ ഓട്ടക്കലം, നമ്മുടെ മൺപാത്രത്തിൻ്റെ ഓട്ടക്കലം അരച്ച് ഇതിനെ നല്ലപോലെ മിനുസപ്പെടുത്തും. ഇതിനെ മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര തിക്നെസ് നമ്മുടെ ഗ്ലാസ്സിന് വേണമെന്ന് അത്രയും തിക്നെസ് വെച്ചിട്ട് ഇത് ആ മണ്ണ് കൊണ്ട് ഇതിനെ മൊത്തം കവർ ചെയ്യും. കവർ ചെയ്തിട്ട് ഇവിടെ വാക്സിൻ്റെ ഒരു ഇത് നമുക്ക് ഹോളിന് വേണ്ടി ഇത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് ഇങ്ങനെ ആകും. അപ്പം ഇനി ആയി കഴിയുമ്പോഴത്തേ നമുക്ക് ഇതിപോലെ ഒരു കപ്പ്, ഇത് മണ്ണും കൊണ്ടുണ്ടാക്കുന്ന കപ്പ് തന്നെയാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് വെച്ചിട്ട് ഇതും സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഉണക്കാൻ വെക്കും. ഉണക്കാൻ വെച്ച് കഴിയുമ്പോൾ ഈ ലോഹം നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് നിറയ്ക്കും. നിറച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കും ക്ലേ വെച്ച് മൂടിക്കെട്ടും.
മൂടി കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിതിനെ മൂശയിലോട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മളിതിനെ മൂശയിലോട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും. ഓ ശരി. തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ ഈ ഓടിൻ്റെ ഭാഗം അത്രയും ഭാഗം നമ്മൾ മരക്കരി ഉപയോഗിച്ച് ഊതി കറക്കി ഉരുക്കും. ഇതിന് ബാക്കി ഭാഗം നമ്മൾ തൊണ്ട് വെച്ച് ഇതിൻ്റെ ബാക്കി ഭാഗം പഴിപ്പിക്കും. പഴിപ്പിച്ച് ഏതാണ്ട് 2-2.5 മണിക്കൂർ നമ്മൾ ടൈം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതൊരു നമ്മുടെ ഒരു ഊഹമുണ്ട്. ആ ഊഹം കഴിയുമ്പോൾ ഇത് ഉരുകി കഴിയുമ്പോൾ ഇതിനെ കരയിലോട്ട് എടുത്തിട്ട് ഇതിനെ നേരെയാക്കും. നേരെയാക്കി ഈ ഉരുകി കിടക്കുന്ന സാധനം ഈ 2 പീസിനകത്ത് വന്ന് ക്യാപ്പിനകത്ത് വന്ന് ഫില്ലാവും. ഫില്ലായി കഴിഞ്ഞ് നമ്മൾ അത് ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ 2 പീസായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസ് കിട്ടും. ഇതാണ് ലോഹം. ഇതാണ് നമ്മുടെ കണ്ട മുഖം കാണുന്ന സാധനം ഇതാണ്. ഇതിനെ നമ്മൾ ഇപ്പം ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രെയിമിൻ്റെ സൈസ് ഇപ്പം നമുക്ക് ഏത് സൈസാണ് ഫ്രെയിം ഒരു 4 ഇഞ്ച് വേണം. 4 ഇഞ്ച് ഇതിലോട്ട് വെട്ടിയിട്ട് അരം കൊണ്ട് തന്നെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു തടിയുടെ വാക്സ് ഒട്ടിച്ചൊരു ഇതിനകത്ത് ഫ്രെയിം ഒട്ടി ഇതിനകത്ത് ഒട്ടിക്കുക. ഇതിനകത്ത് ഒട്ടിച്ചിട്ട് ഇതിനെ പിന്നെ നമ്മൾ വാട്ടർ പേപ്പർ 150 150 വാട്ടർ പേപ്പർ ആദ്യം തേക്കും പരിക്കന. പിന്നെ അത് കഴിഞ്ഞ് 400, 1000, 2000 അങ്ങനെ ഇതിനെ നൈസാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ നമ്മൾ അവിടെ ചണൻചാക്കുണ്ട്. ആ ചണൻചാക്ക് കൈ കൊണ്ട് തന്നെ പോളിഷ് ചെയ്തെടുക്കുക. ചണൻചാക്ക വെൽവെറ്റ് ബനിയൻ ക്ലോത്ത് അതിനകത്ത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഇതിനെ ലാസ്റ്റ് പോളിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനാണ് ഇത് പോളിഷ് ചെയ്തെടുക്കും. നമ്മൾ ആദ്യത്തൊക്കെ തേക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും തേക്കാം. ലാസ്റ്റ് ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിലാണ് ഇതിന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് നമുക്കിത് മുഖം കാണുന്ന പോലെ നമുക്ക് ഇത്ര എത്തുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും നമുക്ക് ഇത് ഭയങ്കര അസാധ്യമായ ഒരു പരിശ്രമങ്ങളുടെ നമ്മൾ ഇതിനകത്ത് ഇതിപ്പം നമ്മളൊരു ദിവസം നമുക്ക് അറിയിപ്പിച്ചിട്ടൊക്കെ വരുവാണ് നമ്മളിത് മോൾഡ് ചെയ്യുന്നൊക്കെ കാണിച്ചാൽ നമ്മളിതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. ആ വർക്ക് കാണുമ്പോൾ നമ്മൾ ഇതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തീർച്ചയായും നമുക്ക് ഇത് ഫുള്ള് നമുക്ക് എടുക്കാം. നമുക്ക് ഇപ്പോൾ അടുത്ത വർക്ക് ഇതിന്റെ ബാക്കിയുള്ള വർക്ക് എടുക്കുമ്പോഴത്തെ നമ്മൾ വരാം, നമുക്കെല്ലാം എടുക്കാം. ഒരു 2-3 ഘട്ടങ്ങളായിട്ട് നമുക്കൊരു വീഡിയോ നല്ലൊരു ബിൽഡപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. കാര്യം അവർക്ക് മനസ്സിലാകട്ടെ ഇതിന്റെ കഷ്ടപ്പാടുകളും ഇതിന്റെ ഭംഗിയും. ഇത് ഇത്രയും ഭംഗിയുള്ളൊരു മുഖം നോക്കുന്ന ഒരു കണ്ണാടിയുടെ പിന്നിലത്തെ കഥകളും അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലെ നമ്മുടെ ഒരു വേദനയൊക്കെ അവർ മനസ്സിലാക്കട്ടെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാം പ്രോസസിങ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വയലിലെ ചെളിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടിയത്. കംപ്ലീറ്റ് നമ്മുടെ ഇവിടെ തന്നെ പ്രോസസ്, വെളിയിലൊന്നും നമ്മൾ ഇതിനകത്ത് തന്നെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതങ്ങ് പൊളി ആർക്കും വെളിയിൽ അങ്ങനെ കൊടുക്കാനൊന്നും നമ്മളില്ല. നമ്മൾ തന്നെ അധ്വാനിക്കുക ചെയ്യും. നമുക്ക് ഇവിടെ ഏകദേശം എത്ര വർക്കേഴ്സ് ആണ്? ഇവിടെ ഞങ്ങൾ ഉൾപ്പെടെ ഞാനും സഹോദരനും ഉൾപ്പെടെ 6 വർക്കേഴ്സ് ഉണ്ട്. ഓക്കെ. നമ്മളിപ്പം വിദേശത്ത് വരെ നമ്മൾ ഇവിടുന്ന് ഒത്തിരി കണ്ണാടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പല ആകൃതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ആകൃതിയാണെങ്കിലും പല വലിപ്പത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ഒത്തിരി ചിലവുള്ള കാര്യങ്ങളാണോ? ചെറുത് തൊട്ട് വലുത് വരെ നമ്മൾ ഏകദേശം എത്ര രൂപയൊക്കെ ഉണ്ടാക്കുന്നു? നമ്മൾ ഇപ്പം ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന 1.5 ഇഞ്ച് ഗ്ലാസ് വലിപ്പമുള്ള ഒരു വാൽക്കണ്ണാടിയാണ്. അതിന് 1200 രൂപ വില വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള അതങ്ങനെ വന്ന് കൂടി വരും. നമ്മൾ മാക്സിമം ഒരു 12 ഇഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 12 ഇഞ്ചിന് ഏതാണ്ട് ഒരു 2.5 ലക്ഷം രൂപ വരെ ചെയ്യാം. അത് ആ 12 ഇഞ്ച് ഒരെണ്ണം ചെയ്യണമെങ്കിൽ നമുക്ക് 6 മാസത്തെ വർക്കാണ്. ശരി. അത് നമുക്ക് ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടി മോളിനകത്തിരിക്കുന്ന സാധനം എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ വെളിയിൽ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ക്രാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ ചിലപ്പോൾ കരുവിനകത്ത് ഇരുന്ന് പൊട്ടിപ്പോവും. പിന്നെ അത് പിന്നെയും ചെയ്യണം. നമ്മൾ കൂടുതൽ വലിപ്പമുള്ളത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നല്ല ഡേറ്റ് ഇട്ട് ഒരു 6 മാസത്തെ ക്യാപ്പ് ഇട്ടൊക്കെയാണ് നമ്മൾ അത് പിടിക്കുന്നത്. അത് ഓടുണ്ടെങ്കിൽ മാത്രമേ വലിയ ഐറ്റംസിലോട് ചെയ്യാൻ പോകും. പല ഘട്ടങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? തരാമല്ലോ. ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കും. ഇതിന്റെ മണ്ടയ്ക്ക് ഇനി ഒരു കപ്പ് വെക്കും. ഇതാണ് ശരിക്കും ഫ്രെയിം ഗ്ലാസ് ഉറപ്പിക്കുന്ന അരക്കാണ് അല്ലേ? ഇത് നമ്മുടെ മണ്ണും നമ്മൾ ഈ കരുത്താങ്കട്ടയുടെ പോലത്തെ മണ്ണാണ്. അതിൻ്റെ കടുപ്പം കൂടി മണ്ണ് എടുത്തിട്ട് പൊടിച്ചിട്ട് അതിനകത്ത് മെഴുകും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മിശ്രിതമാണ്. ഇത് നല്ല കട്ടിയാണ്. ഇതിനെ നമ്മൾ പൊടിക്കണം. ഇതിനെ പൊടിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ട് ഗ്ലാസും കൂടെ വെച്ച് ചൂടാക്കി അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് അതെല്ലാം അങ്ങ് പ്രസ്സായി തണുക്കുമ്പോൾ പ്രസ്സായി ഉറച്ചിരുന്നോളൂ. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഒരു റിങ് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാടി സെറ്റായി. പിന്നെ ഇത് താഴെ വീണാലും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ ഒത്തിരി സമയം എടുക്കുമോ? ഇത് നമ്മൾ ആ ചൂടത്ത് വെച്ച് തറയിലോട്ട് ഇട്ട് അതങ്ങ് സെറ്റായിരിക്കും.
ഫ്രെയിം അല്ലേ? ഫ്രെയിം ഇതിപ്പം നമ്മളെ ഇത് കുറച്ച് രാകാനും ഫിനിഷ് ആകാനും ഉണ്ട്. ഇതിന്റെ ഉള്ളിലെല്ലാം കറക്റ്റ് പിടിക്കണം. രാഗി എല്ലാം ഈ സൈഡെല്ലാം രാഗി ഫിനിഷ് ചെയ്ത് ഡിസൈൻ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ബാക്കി നമ്മൾ തകിടിട്ട് സെറ്റ് ചെയ്യുന്നത്. സോൾഡ് ചെയ്തെടുക്കുകയാണല്ലേ? ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ ഡോട്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. ഒരു മോൾഡേ വരുന്ന ഒരു ഗ്യാപ്പ് അപ്പോഴത്തേന് ആൾക്കാർ സംശയം തോന്നിയതെന്താ ഇങ്ങനെ വരുന്നത്. ഒരു മൺതരിയുടെ ഗ്യാപ്പ് പോലും വരാതെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ? എന്നുവെച്ചാൽ ഇത്രയും വിലയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാർ ഒരു കട ഞങ്ങൾ മേടിച്ചിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വന്നു അല്ലെങ്കിൽ ഒരു പാട് കണ്ടല്ലോ എന്ന് അത് പറയുന്നവർ എത്ര ക്ലിയർ ആയിട്ട് കൊടുത്താലും ആരെന്തെങ്കിലും ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. ഈ താളിനകത്ത് വെക്കുന്ന ഓട് ബാലൻസ് വരുന്നല്ലേ? നമ്മളൊരു ഇപ്പോൾ 850 ഗ്രാം വെച്ചാൽ ചിലപ്പോൾ 50 ഗ്രാം എല്ലാം മേളിൽ കാണും. അതിനകത്ത് ഇല്ല. ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഇത് പൊട്ടിക്ക് കൈ കൊണ്ട് പൊട്ടും. ഈ ഓട് നമ്മൾ നിങ്ങൾ കൈ കൊണ്ട് അടിച്ചാൽ ഇതാണ് ശരിക്കും ഓടല്ലേ? ഇത് നമുക്ക് ഇതുപോലെ പീസാക്കി പൊട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഗ്ലാസ് ആയിട്ട് വരുന്നത്. കണ്ട ഇങ്ങനെ പൊട്ടിച്ചാൽ നമ്മൾ ആ കപ്പിനകത്ത് വെച്ച് നിറയ്ക്കുന്നത് ചെറിയ ചെറിയ പീസാക്കി. ശരി. നമ്മളത് ആ കണ്ട വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് മണ്ണ് കൊണ്ട് പിന്നെയും കവർ ചെയ്തിട്ട് പിന്നെ ഉണങ്ങി കഴിഞ്ഞാണ് ഇതിനകത്ത് വെക്കുന്നത്. പിന്നെ അതിന്റെ ബാലൻസ് വരുന്ന ഓടുകളാണ് ഇതൊക്കെ. ഇത് കപ്പിന്റെ മണ്ടയ്ക്ക് ഏറ്റവും ബാലൻസ് വരുന്ന ഓടാണ് ഇത്. ഇതെല്ലാം ബാലൻസ് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. റീപ്രോസസിംഗ് ആയിട്ട് ക്ലീൻ ചെയ്ത് മണ്ണൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2.5 ഇഞ്ച് ശംഖ് എന്ന് പറയും. ശംഖ് നമ്മൾ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഇതിന്റെ മണ്ട ഇതിനടിയിൽ ഇങ്ങനെ ഒരു പീസ് ഇട്ട് നമ്മൾ വെളുത്തീയം കൊടുത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് വെളുത്തീയം കൊടുത്ത് സോൾഡർ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അതിന് ശേഷം ഇത് ആറി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അങ്ങനെ ഇരിക്കുന്ന കളറെല്ലാം ഉണ്ട്. ആ കളറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല ഗ്രൈൻഡ് ചെയ്ത് നല്ല ശരിയാക്കും. നല്ല ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെയാണ് ബഫിങ്ങിലോട്ട് പോകുന്നത്. പിന്നെ അതിന്റെ ഗ്രൈൻഡ് ഒക്കെ ചെയ്താൽ നമ്മൾ അതിന്റെ ഷേപ്പ് ഒക്കെ ആക്കി നല്ല റെഡിയാക്കി എടുക്കുന്നത്. ഗ്രൈൻഡ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിപ്പോ ഈ 2 ഇഞ്ച് ഇതിന്റെ തന്നെ ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കണം. രണ്ടും മൈലാണ്. ഇതിന് പിന്നെ ഡിസൈൻ അടിക്കുന്നതാണ്. ഇതിവിടെ ഡിസൈൻ നമ്മൾ ചെയ്യുക. ശംഖിന്റെ 2 ഇഞ്ച് ശംഖ് മുറി അതിന്റെ ഡിസൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മിഷനല്ല, കംപ്ലീറ്റ് കയ്യെ ചെയ്തെടുക്കുന്നല്ലേ? ഇതെല്ലാം നമ്മൾ കയ്യിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. വളരെ കലാപരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മൾ ഒരു പേപ്പറിൽ വരയ്ക്കുന്ന പോലെ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ പഞ്ചൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ സർമാര് തന്നെ ഉണ്ടാക്കുന്ന പഞ്ചുകളാണ്. ഇതെല്ലാം ടൂളുകളാണ് അല്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ ഡിസൈൻ അടിച്ചെടുക്കുന്നത്. ശരി. നമ്മള് ഫ്രെയിം പോളിഷ് ചെയ്യുന്ന ബഫിംഗ് ലാസ്റ്റ് പോളിഷ് ചെയ്യുന്ന സാധനമാണ് ബഫിംഗ് മോട്ടർ. അപ്പം ഇത് ഇതിനകത്ത് ക്ലോത്ത് ആണോ ഇരിക്കുന്നത്? ഇതിന്റെ ബ്രഷാ. ഇത് ബ്രഷാ. ഇതിന് ഈ സോപ്പ് കൊടുത്താണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അല്ലേ? ഇത് മാനാത്തൊന്നും മേടിക്കുന്ന സോപ്പ്. ശരി. അത് കോസ്റ്റ്ലി ആണോ സോപ്പൊക്കെ? അടുത്ത് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് പീസ് എടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ ഡിസൈനാണ് എടുത്താൽ അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതോ നമ്മൾ അല്ല നമ്മളെ ഇവിടെ നമ്മൾ ഓർഡർ അലിച്ച് നമ്മളൊരു 10 ഇഞ്ച് വരെ ഓർഡർ ഇല്ലാതെ നമ്മൾക്ക് ചെയ്യാം. അത് നമ്മുടെ കടയിൽ ഷോപ്പിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഓർഡർ അനുസരിച്ച് വലിപ്പം അങ്ങോട്ട് കൂടുമ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ഓർഡർ എടുത്ത് അവർ അഡ്വാൻസ് തന്നാൽ നമ്മൾ അതിന് തുടങ്ങത്തുള്ളൂ. അതായത് നമ്മൾ ചെയ്ത് വെച്ചിട്ട് ചിലവായി പോയില്ലെങ്കിൽ നമുക്ക് അത്രയും പണിയും ചെയ്ത് അത്രയും വേസ്റ്റായി പോകും. എപ്പോൾ പോകുമെന്ന് ഇത് പോകുമെന്ന് പറയാൻ പറ്റില്ല.
എന്നിട്ട് വേറെ കാര്യം ചോദിച്ചു, നമ്മളിപ്പോൾ ഒരു കണ്ണാടി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് അവസാനം നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു നിമിഷം വരെ ഏകദേശം എത്ര ദിവസത്തെ വർക്ക് കാണും? നമ്മളൊരു 2 ഇഞ്ചൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3 ദിവസത്തെ വർക്ക് ഉണ്ട്. ആദ്യം തൊട്ട് നമ്മൾ ക്ലൈമറ്റൊക്കെ ഇച്ചിരി മാറുവാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ വരും. മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇരിക്കുന്ന മോൾഡുകളൊന്നും ഉണങ്ങി കിട്ടത്തില്ല. ഓ ശരി. ഇപ്പം നമ്മൾ ഈ വെയിലായതുകൊണ്ട് നമുക്ക് കരിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴക്കാലം ആകുമ്പോൾ ഇച്ചിരി കൂടെ താമസം. പിന്നെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഡേറ്റ് ചിലപ്പം ഒരു കുറച്ച് 7 ദിവസം എടുക്കും, ചിലപ്പം 10 ദിവസം എടുക്കും. അങ്ങനെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഡേറ്റ് നീണ്ടു പോകും. അപ്പം നമുക്ക് ഈ ഇതിന്റെ മെറ്റീരിയൽസ്, അതായത് മണ്ണൊഴിച്ചുള്ള ബാക്കിയുള്ള മെറ്റീരിയൽസ്, ചെമ്പും വെളുത്തിയും, നമ്മളെ ഇതിന്റെ ധാരാളം അവൈലബിൾ ആണോ? അവൈലബിൾ. ഇപ്പൊ ഈയത്തിനൊക്കെ ഭയങ്കര വിലയായി. നമ്മൾ പണ്ടൊക്കെ എടുക്കുന്ന 2000-3000 രൂപ, ഇപ്പൊ അതിന് 5000 രൂപ വരെയൊക്കെ വിലയാവുന്നുണ്ട് ഒരു കിലോയ്ക്ക്. നമ്മൾ എടുക്കുന്നത് മലേഷ്യൻ ഈയമാണ്, അത് ബോംബെ നിന്നാണ് വരുത്തുന്നത്. അതൊരു ബാറായിട്ട് വരുന്ന 25 കിലോയാണ്. പിന്നെ നമ്മളെ പിന്നെ അതിന് ചെമ്പ് നമ്മൾ മാന്നാത്തുനിന്ന് എടുക്കുന്നുണ്ട്, കൊല്ലത്തുനിന്ന് എടുക്കുന്നുണ്ട്. ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഈ ചെമ്പും മറ്റേ നമ്മുടെ ബ്രാസിൻ്റെ പിത്തളയും നമുക്ക് കിട്ടും. മാന്നാത്തുനിന്നും പിത്തള കിട്ടും. അത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അവിടെ ഉണ്ട്. അതേപോലെ ആറന്മുളയുടെ കണ്ണാടിയുടെ കലവറയാണ്. അതെ അതെ. എല്ലാം ഭയങ്കര വിശേഷത ഉള്ള കാര്യങ്ങളാണ്. ഇത് മുൻകാലങ്ങളിൽ ഇത് ഇനിയും കുട്ടികളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് അങ്ങ് നിലനിന്ന് പോകും. അല്ലെങ്കിൽ ഇതിന്റെ എപ്പോഴാണ് ഇത് നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പുതിയ തലമുറയിലൊന്നും ഇത് പുതിയ കുട്ടികളൊന്നും ഇതിനകത്തോട്ടൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇതിനകത്ത് ആരും വലിയ താല്പര്യങ്ങൾ കാണിച്ചിട്ടില്ല. ഇപ്പം പിന്നെ നമ്മൾ ഇത് സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ 21 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത്രയും യൂണിറ്റ് ഇവിടെ വന്ന്. നേരത്തെ ഇവിടെ ഞങ്ങൾ ആദ്യ കാലങ്ങളുണ്ട് ഞങ്ങളൊരു കുടുംബക്കാർ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ 2-3 പേരൊക്കെ വന്നു. പിന്നെ അങ്ങനെയാണ് സൊസൈറ്റി രൂപീകരിച്ച് അതിനെ GR രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു 23 കുടുംബങ്ങൾ അതിനകത്ത് ഇവിടെ ചെയ്യുന്നുണ്ട് യൂണിറ്റായിട്ട്. അവരുടെ കീഴിലൊരു നമ്മുടെ വർക്കേഴ്സും ഉണ്ട്. ഒരു ചിലർക്കൊക്കെ 10 വർക്കേഴ്സ്, അങ്ങനെ ഒത്തിരി വർക്കേഴ്സുള്ള യൂണിറ്റുകളും ഉണ്ട്. 23 കുടുംബങ്ങളിലും ഈ കണ്ണാടി ചെയ്യുന്നുണ്ട്. ഒരു 10-100 വർക്കേഴ്സ് ഇപ്പം ഇതുകൊണ്ട് തന്നെ കഴിയുന്നവരുണ്ട്. വിശ്രമപ്പെട്ട്. ഇതെല്ലാം നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്. ബന്ധുക്കളും റിലേഷനും ഒക്കെ എല്ലാവരും പുറത്താരും ഇത് ചെയ്യുന്നില്ല. ഇതിപ്പോ ഏകദേശം ആറന്മുള കണ്ണാടിയുടെ ചരിത്രം പറഞ്ഞാൽ നൂറ്റാണ്ടുകളെ നമ്മുടെ ക്ഷേത്ര നിർമ്മാണമായിട്ട് പഴക്കമുണ്ട് ഈ ആറന്മുള കണ്ണാടിക്ക്. പഴയത് ഒത്തിരി പഴക്കമുള്ളിടത്ത് പലയിടത്ത് എയർപോർട്ടിലൊക്കെ, തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ ഇരിപ്പുണ്ട്. ഒരു 12-18 ഇഞ്ചൊക്കെ എയർപോർട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഭോപ്പാലിലൊരു മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. പിന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒത്തിരി പഴക്കമുള്ള സാധനങ്ങൾ പലയിടത്തും ഇരിപ്പുണ്ട്. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. വേൾഡ് ലെവലിൽ ഇത് അറിയാൻ പറ്റും. തീർച്ചയായും ഏത് കോണി ചെന്നാലും ഇപ്പം ഞാൻ ബുധനൂരുള്ള ആളാണ്. അപ്പം നമ്മൾ ബുധനൂരൊക്കെ ആന്ന് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ആദ്യം മാന്നാറിന്റെ ഓട്ടുപാത്രങ്ങളെ പറ്റി, ആറന്മുള കണ്ണാടിയെ പറ്റിയൊക്കെയാണ് പലരും ചോദിക്കുക. കാര്യം അത്രയും ജനകീയമായ ഒരു ചരിത്രമുള്ള അല്ലെങ്കിൽ പൗരാണികതയുള്ള 2 പ്രോഡക്റ്റാണ് ഇത് രണ്ടും. അപ്പൊ അത് ജനങ്ങൾ അതുകൊണ്ട് സ്വീകരിച്ചു. ജനങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ആയി. അവർ സ്വീകരിച്ചത് നമ്മളിത് നിന്ന് പോകാതെ ഇത് തുടർന്ന് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇപ്പം കുട്ടികളെ പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലത്ത് 1962 സർക്കാർ ഗ്രാൻഡ് വെച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 62 അത് അന്ന് പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ കുറേ പേരൊക്കെയാണ് ചെയ്തുകൊണ്ട് മറ്റു സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അല്ല, പഠിത്തം പ്രധാനമാണെങ്കിൽ നമ്മുടെ കുലത്തൊഴിലല്ലേ, അത് പുതിയ തലമുറയെ മണ്ണിനകത്ത് കിടക്കണം, ചൂട് കൊള്ളണം, ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞ ആരും ചെയ്യുന്നത് ശരി തന്നെയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിന്റെ മാത്രമുള്ള ഒരു കാര്യമല്ല, ഒരു കലയല്ലേ. അത് അന്യം നിന്ന് പോകാതെ നമ്മൾ സംരക്ഷിക്കാൻ തലമുറ പഠിപ്പിക്കണം. അവരിഷ്ടമുള്ള തൊഴിൽ ചെയ്തോട്ട്, പക്ഷെ നമ്മള് നമ്മുടെ കുലത്തോട് അവരെ പഠിപ്പിക്കണം. നമുക്കിപ്പോ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ള ഇതേ ഉള്ളൂ. അല്ല നമ്മൾ ആരും പഠിപ്പിക്കാതിരിക്കത്തില്ല, സീക്രട്ടാണെന്നും പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കത്തില്ല. ആരും ഇതിനകത്ത് താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെ സർക്കാർ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുവാണെങ്കിൽ അങ്ങനെയും വന്ന് പഠിക്കാം. ഈ ആറന്മുള ഉള്ളവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാം. എന്തെങ്കിലും ഒരു ഇതിപ്പോൾ സൊസൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ആ സൊസൈറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട് എന്ത് വേണേലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും.
ചെറിയ മോഡൽ. ഇത് ഇത് ഏകദേശം എത്ര രൂപയൊക്കെ ആവും? ഇതാകുമ്പോഴത്തേന് 2300 രൂപ. 2300 രൂപ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. എല്ലാം പീഠം കൂടെ വരുമ്പോൾ വെയിറ്റ് വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ബ്രാസ് ആണ് അല്ലേ? കംപ്ലീറ്റ്. ഇത് ഔട്ടർ മൊത്തം ബ്രാസ്, മൊത്തം ബ്രാസ്. അല്ലാതെ മറ്റു ലോഹമൊന്നും ലോകത്തൊന്നുമില്ല, എല്ലാം ബ്രാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. വലിയ കാര്യമാണ് കേട്ടോ. പ്രൊഫഷന് കിട്ടുന്ന ഒരു അംഗീകാരം അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് വിജയദശമി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി നമ്മുടെ മന്ത്രിയാണ് രാഷ്ട്രപതി രാധാകൃഷ്ണൻ പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിലെ വിൽപ്പനയ്ക്കായിട്ട് പല അളവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പല ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ണാടികളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ആനയുടെ മുഖമുള്ള ആറന്മുള കണ്ണാടിയാണ് അല്ലേ? ഇതിങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്. ഇതെങ്ങനെ അതിൻ്റെ ഉറപ്പിക്കുന്നത്? ഇതിന് ബാക്കിലൊരു ഹുക്കുണ്ട്. ആ ഹുക്ക് ഇതിലോട്ട് പുറത്താക്കി ഇടുകയാണല്ലേ? നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഓർഡർ ഏത് രൂപത്തിലുള്ള ഇതാ? നമുക്കിപ്പോൾ മൊത്തം നല്ല എല്ലാ സൈസിനും ഓർഡർ കിട്ടുന്നുണ്ട്. ചിലരുടെ റേറ്റ് അനുസരിച്ചാണ്. ചിലർക്ക് ചെറിയ റേറ്റിൻ്റെ മതിയായിരിക്കും, ചിലർക്ക് വലിയ റേറ്റ് വേണമായിരിക്കും. ചില ഈ വിഷു ഒക്കെ ആകുമ്പോഴത്തേന് വാൽക്കണ്ണാടിക്ക് കൂടുതൽ പ്രാധാന്യം വരും. കണി കാണാൻ വേണ്ടി പ്രാധാന്യം വരുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, നമ്മുടെ റിട്ടയർമെൻറ്റിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും, പെരവാസ്തോലി, കല്യാണം, അതിന് വേണ്ടി അതിനൊക്കെ നമ്മളൊരു 4 ഇഞ്ച് 3 ഇഞ്ച് 9000 രൂപ ആ റേഞ്ചിലുള്ളവരൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ റിട്ടയർമെൻ്റ് ആയാലും എല്ലാം വരുന്നതിന് സാറുമാർക്ക് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഇതാണ് ആറന്മുള കണ്ണാടിയാണ് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു വസ്തുവായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നോളും, എത്ര കാലം വേണേലും നമ്മൾ നല്ലപോലെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. ഇരുന്നോളും. എത്ര പഴയാലും ഒരു കംപ്ലൈൻറ്റും വരാതെ ഇരുന്നോളും. നമ്മുടെ ഉപ്പ് രസം പിടിപ്പിച്ച് വേർപ്പ് പിടിപ്പിച്ച് വെക്കല്ലെന്ന് മാത്രമേ. അന്നേരം ബനിയൻ ക്ലോത്ത് ഇട്ട് തുടച്ച് വെച്ച് എത്ര കാലം വേണേലും ഇരുന്നോളും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടെ മോഡലുണ്ട്. ഇപ്പോൾ ശംഖ് അങ്ങനെ പല മോഡലുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഏത് മോഡലായിരിക്കും ഇവിടെ? ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമ്മളെ കിങ്ങിണി ശംഖ് മോഡലോ ചൂസ് ചെയ്യുന്നുണ്ട്. കിങ്ങിണി ശംഖ്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഓരോ മോഡലിനും ഓരോ പേരുണ്ട്. 1-2 മോഡലിന്റെ പേരെന്ന് പറയാം. ഞങ്ങളെല്ലാം വാൽക്കണ്ണാടി ഉണ്ട്, ശംഖിന്റെ വാൽക്കണ്ണാടി ഉണ്ട്, പിന്നെ ഉരുണ്ടപിടി പോലത്തെ വാൽക്കണ്ണാടി ഉണ്ട്, പിന്നെ സ്റ്റാറിന് ഇത് സൈഡ് ഇങ്ങനെ സ്റ്റാർ പോലെ ഇരിക്കുന്ന വാൽക്കണ്ണാടികളുണ്ട്, പിന്നെ 2 ഇഞ്ച് മയിലുണ്ട്, ശംഖുണ്ട്, 2 ഇഞ്ച് സ്റ്റാൻഡ് ടെമ്പിൾ ശംഖ് പോലെ ശംഖുണ്ട്, പിന്നെ നമ്മുടെ തിരുവിതാംകൂറിന്റെ എമ്പളം പോലത്തെ ശംഖുണ്ട്, പിന്നെ ട്രഡീഷണൽ റൗണ്ട് ഉണ്ട്, പിന്നെ അഷ്ടമംഗല്യ സെറ്റിനകത്ത് വെക്കുന്ന അഷ്ടമംഗല്യ കണ്ണാടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രൂപം മാറുന്നതനുസരിച്ച് പ്രോസസ്സിങ്ങിന്റെ ടൈം കൂടുന്നുണ്ടോ അല്ലേ? ടൈം കൂടും. നമുക്ക് വലിപ്പം കൂടുന്നതിനനുസരിച്ച് ടൈം കൂടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ ഗ്ലാസ് ഉരുക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉലയിൽ ഗ്ലാസ് ഉരുക്കുന്ന പ്രക്രിയയാണ് നമ്മളിനി എടുക്കാനായിട്ടുള്ളത്. അത് നമ്മൾ അടുത്തൊരു ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ്. ആ ഷൂട്ട് ചെയ്യുന്ന സാധനം നമ്മൾ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. അവിടെ തീർച്ചയായും ഇതിൻ്റെ പ്രോസസ്സിങ് തുടർന്ന് കാണാൻ വേണ്ടി അത് തീർച്ചയായും കാണുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.